ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ പ്ലാൻ ബി എന്ന മൂവിനെ കുറിച്ചിട്ടാണ്. ഇതൊരു തെലുങ്കു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരുപാട് ട്വിസ്റ്റുകളെല്ലാം ഉള്ള ഒരു മൂവിയാണ്. ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മൂവിയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിനെ പറ്റി പറയുന്നു. ആ ഗ്രാമത്തിലുള്ള ദമ്പതികൾക്കൊന്നും കുട്ടികൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നതിലൂടെ അവിടെയുള്ള പുരുഷന്മാർക്ക് സ്പേം കൗണ്ട് കുറവാണെന്നുള്ള രീതിയിൽ കണ്ടെത്തുവാണ്. അങ്ങനെ ഡോക്ടേഴ്സ് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ വേണ്ടി കുറെ മരുന്നെല്ലാം സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് കൊണ്ടെല്ലാം ആ നാട്ടിലെ ആ പ്രശ്നം മാറി വരുവാണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. എന്നാൽ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ദമ്പതികൾക്ക് മാത്രം എത്രയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ ആ കഥ ഇവിടെ കട്ടാക്കിയിട്ട് നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് വരുവാണ്. ഇപ്പൊ ജ്യോതി എന്ന് പറയുന്ന ഒരു പെണ്ണ് വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജ്യോതിന്റെ ഹസ്ബൻഡിന്റെ പേര് വിശ്വനാഥൻ. ഇയാളൊരു വക്കീലാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ തിരക്ക് വന്നുകൊണ്ട് അയാൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഇവിടുന്ന് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ വഴിയിൽ നിന്ന് ഒരു പയ്യൻ ലിഫ്റ്റ് ചോദിക്കുവാണ്. അപ്പൊ വിശ്വനാഥൻ എന്ന് പറയുന്ന ഈ വക്കീല് ഡ്രൈവറോട് പറയാണ്, ഇവിടെ വണ്ടി നിർത്ത്, അയാളെ കൂടി കയറ്റാം. അങ്ങനെ വണ്ടി നിർത്തി ആ പയ്യന് ലിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ പയ്യനും കെട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ വക്കീല് ചോദിക്കുവാണ്, തനിക്ക് എവിടേക്കാ പോകേണ്ടതെന്ന്. എനിക്ക് എന്റെ ഈ മോതിരം ഒന്ന് പണയം വെക്കണം, സോ എന്നെ സിറ്റിയിൽ ഇറക്കിയാൽ മതി എന്ന് ഈ സമയത്ത് ആ പയ്യൻ പറയുന്നു. ഇപ്പൊ പെട്ടെന്ന് കൈ കിടക്കുന്ന മോതിരം വരെ പണയം വെക്കാൻ അതിന് മാത്രം നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? ഇങ്ങനെ വക്കീല് ചോദിക്കുന്ന സമയത്ത് ആ പയ്യൻ പറയുവാണ്, അതിന് സാറേ എന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ല, സോ അവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ് ഞാനിത് പണയം വെക്കുന്നത്. ഇത് കേട്ട വിശ്വനാഥൻ, അങ്ങനെയാണെങ്കിൽ അത് പണയം വെക്കണ്ട, തനിക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ എടുത്തു കൊടുക്കുന്നു. വേണ്ടാന്ന് ഈ സമയത്ത് ആ പയ്യൻ പറയുന്നുണ്ടെങ്കിലും അത് വെച്ചോടോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ അവനെ നിർബന്ധിച്ചു കൊടുക്കുന്നു. ഈ സമയം ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് എന്നാ സാർ ഈ മോതിരം കൊണ്ടുപോക്കോളാൻ പറഞ്ഞിട്ട് ആ മോതിരം ആ വക്കീലിന്റെ കയ്യിൽ ഇടിപ്പിച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ഒരു മുത്തച്ഛനെ കാണിക്കുവാണ്. ഇപ്പൊ അയാളുടെ ഫോണിലേക്ക് ആരും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുവാണ്. അതുകൊണ്ട് അയാൾ ആകെ ഷോക്ക് ആവുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഫോട്ടോ അയച്ചു കൊടുത്ത ആളെ അയാൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ കോൾ കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയാൾ കരഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ ഫോട്ടോ കാട്ടിക്കൊടുക്കുവാണ്. മരിച്ചു കിടക്കുന്ന വിശ്വനാഥായിരുന്നു ആ ഫോട്ടോയിൽ. അങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന പോലീസുകാര് ഇതാരാണെന്ന് ആ മുത്തച്ഛനോട് ചോദിക്കുന്നു. സാർ ഇതെന്റെ മകനാണ് വിശ്വനാഥൻ, ഇവനൊരു വക്കീലാണ്. ഇവന്റെ ഈ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത് അവന്റെ ഭാര്യ, അതായത് എന്റെ മരുമകളാണ്. ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്റെ മരുമകളെ വിളിച്ചായിരുന്നു, എന്നാൽ കോൾ കണക്ട് ആവുന്നില്ല. ശരി, അവരുടെ വീട് വരെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ സമയത്ത് പോലീസുകാർ പറയുകയാണ്. അങ്ങനെ ഇപ്പൊ മുത്തച്ഛനെയും കൂട്ടിക്കൊണ്ട് നേരെ ആ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വീട്ടിലെത്തി അവർ പരിശോധിക്കുന്ന സമയത്ത് ടേബിളിന്റെ മുകളിലൊരു ഗണ്ണും അതുപോലെ വിശ്വനാഥിന്റെ ഫോണും ഇരിപ്പുണ്ട്. എന്നാൽ അയാളുടെ ഭാര്യ ജ്യോതി ഇപ്പൊ വീട്ടിലില്ല. എത്രയും വേഗം ഈ വക്കീലിന്റെ ഭാര്യ ജ്യോതിനെ കണ്ടെത്തണം എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഈ സമയത്ത് പോലീസുകാർ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ വളരെ വേഗം ജ്യോതിനെ കണ്ടെത്തുന്നു. അങ്ങനെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ ചോദ്യം ചെയ്യുവാണ്. അങ്ങനെ അവളെ ചോദ്യം ചെയ്യുന്നതിലൂടെ എസ് പിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നു. വിശ്വനാഥ് എന്ന് പറയുന്ന ഈ വക്കീലുമായിട്ടുള്ള വിവാഹം ഇവൾക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇവളുടെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഇവളെ കല്യാണം കഴിച്ചു പോയതാണ്. ആക്ച്വലി ഇവള് മറ്റൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അയാളെ മറക്കാനും കഴിയുന്നില്ല. വിശ്വനാഥ് എന്ന് പറയുന്ന ഈ വക്കീലിവിടെ ജീവിക്കാനും കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഇവള്. അതുകൊണ്ടായിരുന്നു മൂവിയുടെ തുടക്കത്തിൽ ഇവള് വീട്ടിലിരുന്ന് കരയുന്നതായിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ ജോലിയുടെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ഒരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയത്. സോ ആ ഒരു ഗ്യാപ്പ് മുതലാക്കി കാമുകനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ അവൾ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റാക്കി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവിടുന്ന് പോയ വക്കീലുണ്ടല്ലോ ഇവളുടെ ഭർത്താവ്, അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ ഫോണാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവളുടെ ഫോൺ മാറി എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് കാര്യമാക്കാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ശരിക്കും ഇതാണ് സംഭവിച്ചത്. ഈ കൊലയുമായിട്ട് അവൾക്കൊരു ബന്ധമില്ല എന്നും പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന എസ് പിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുവാണ്. വിശ്വനാഥിന്റെ അച്ഛന്റെ ഫോണിലേക്ക് അയാൾ മരിച്ചിടക്കുന്ന ഫോട്ടോ വന്നിരിക്കുന്നത് ഈ ജ്യോതിന്റെ ഫോണിൽ നിന്നാണല്ലോ. ജ്യോതിന്റെ ഫോൺ വിശ്വനാഥ് എടുത്തോണ്ട് പോയി എന്നും പറയുന്നുണ്ട്. സോ ഇപ്പൊ ആ ഫോൺ എവിടെയാന്ന് ട്രാക്ക് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ക്ലൂ കണ്ടെത്താൻ കഴിയും. അടുത്ത സീനിൽ ഐശ്വര്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണിക്കുന്നു. അവളുടെ വീട്ടിലേക്ക് ഇപ്പൊ പണം വാങ്ങാനായിട്ട് ഒരു വ്യക്തി വരുവാണ്. നിനക്ക് ഞാനിപ്പോ പണം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവള് പോയിട്ട് റൂമിലുള്ള അലമാരി തുറക്കുന്നു. ഈ സമയത്താണ് മനസ്സിലാവുന്നത് ആ അലമാരിയിൽ ഉണ്ടായിരുന്ന പണമെല്ലാം ഏതോ കള്ളന്മാര് വന്നെടുത്തോണ്ട് പോയി. അങ്ങനെ ഈ കാര്യം പെട്ടെന്ന് തന്നെ അവള് പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ ഇപ്പൊ പോലീസുകാർ അവിടേക്ക് വന്നിട്ട് അതിനെ പരിശോധിക്കുവാണ്. ഈ സമയം ഈ കാര്യം അറിഞ്ഞിട്ട് ഗൗതം എന്ന് പറയുന്ന അവളുടെ ബോയ് ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അലമാരിയിൽ എത്ര പണം ഉണ്ടായിരുന്നു എന്ന് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് ഐശ്വര്യ പറയുകയാണ് 10 കോടി രൂപ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു എമൗണ്ട് എവിടുന്ന് കിട്ടി? ഇങ്ങനെ പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് ഐശ്വര്യ അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. കുറച്ച് നാൾ മുമ്പ് ഐശ്വര്യനെയും അവളുടെ കാമുകനായ ഗൗതമിനെയും അവർ പുറത്തു പോകുന്ന സമയത്ത് കുറച്ച് റൗഡികളെ ആക്രമിക്കുവാണ്. ഇതറിയുന്ന സമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ വല്ലാതെ ഷോക്കാവുന്നു. അങ്ങനെ ഇതിവരോട് ചെയ്ത് ആരായിരിക്കും എന്നൊക്കെ അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ സദാം എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുവാണ്. സിറ്റിയിൽ ഐശ്വര്യന്റെ അച്ഛന്റെ പേര് കിടക്കുന്ന കുറെ സ്വത്തുക്കള് ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സദാം ആണെങ്കിൽ ഇവരുടെ പുറകെ നടക്കുമായിരുന്നു. എന്നാൽ ഐശ്വര്യന്റെ അച്ഛൻ അത് കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് സദാം അയാളുടെ ആൾക്കാരെ വിട്ട് ഐശ്വര്യനെ അവളുടെ കാമുകനെ ഉപദ്രവിച്ചതാണ്. ഇതിലെങ്കിലും പേടിച്ച് ഐശ്വര്യന്റെ അച്ഛൻ ആ സ്വത്തുക്കൾ ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടി. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഐശ്വര്യന്റെ അച്ഛൻ പേടിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ എവിടേക്കോ ട്രാവൽ ചെയ്യുവാണ്. ഈ സമയം സദാമിന്റെ കുറെ ആൾക്കാർ വന്നിട്ട് ഐശ്വര്യന്റെ അച്ഛനെ ദ്രോഹിക്കുന്നു. കത്തിയൊക്കെ വെച്ച് വെട്ടും കുത്തുമൊക്കെ ചെയ്യുവാണ്. എന്നാൽ ഭാഗ്യം കൊണ്ട് അയാളുടെ ജീവൻ നഷ്ടാവുന്നില്ല. അടുത്ത സീനിൽ അങ്ങനെ പരിക്ക് പറ്റി ആശുപത്രി കിടക്കുന്ന അയാളെ കാണിക്കുന്നു. ഇപ്പൊ ഈ കാര്യം അറിഞ്ഞിട്ട് ഐശ്വര്യ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുവാണ്. ഈ സമയം ഐശ്വര്യന്റെ ഫോൺ വാങ്ങിയിട്ട് അച്ഛൻ ആ വക്കീലായ വിശ്വനാഥനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് സദാമിന്റെ ആൾക്കാർ ആ ലാൻഡിന് വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം അയാൾ തുറന്നു പറയുവാണ്. ഇനി അത് വിട്ടുകൊടുക്കാതിരുന്ന അവർ ഞങ്ങളെ വെറുതെ വിടില്ല, അതുകൊണ്ട് അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിന്റെ ഡോക്യുമെന്റുമായിട്ട് എന്റെ മകളെ എനിക്ക് അവിടേക്ക് പറഞ്ഞയക്കാൻ കഴിയില്ല. അവരെന്റെ മകളെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്. സോ ഞാൻ ആ ഡോക്യുമെന്റ്സ് തരാം, വക്കീൽ ഒന്ന് കൊണ്ടേ കൊടുക്കണം. ശരി ആയിക്കോട്ടെ, ഞാനത് കൊണ്ടേ കൊടുത്തോളാം അയാളും പറയുന്നു. അങ്ങനെ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് അടുത്ത സീനിൽ വക്കീൽ സദാമിൽ എടുത്തുകൊണ്ടേ കൊടുക്കുവാണ്. ഈ സമയം സദാം പറയുവാണ്, ഞാൻ ആദ്യമേ ഈ സ്വത്തുക്കൾ
ചോദിച്ച സമയത്ത് നിങ്ങൾ തരുവാണെങ്കിൽ ന്യായമായി ഇതിന് കിട്ടേണ്ട വില ഞാൻ തന്നേനെ, എന്നാൽ ഇത് തരില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഒരുപാട് വാശി പിടിച്ചു. അതെനിക്ക് വല്ലാതെ മെനക്കേടായി. അതുകൊണ്ട് ഞാൻ ഇനി അത്രയും പൈസ ഒന്നും തരില്ല, ഒരു 10 കോടി രൂപ തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ 10 കോടി രൂപ കൊടുത്ത് വിടുവാണ്. ഐശ്വര്യന്റെ അച്ഛൻ കൊടുത്ത പ്രോപ്പർട്ടീസിന് ഈ 10 കോടി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള വിലയാണ്. എന്നാലും വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് വക്കീൽ അത് വാങ്ങി അവിടെ നിന്ന് പോരുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ആശുപത്രിയിലേക്ക് വന്നിട്ട് വക്കീല പണവും കൊടുത്തിട്ട് പോവുകയാണ്. ഈ സമയം ആശുപത്രി കിടക്കുന്ന ഐശ്വര്യന്റെ അച്ഛനാണെങ്കിൽ കുറച്ച് ക്രിട്ടിക്കലാണ്. മരിക്കുന്നതിന് മുമ്പ് അയാൾ പറയുകയാണ്, ഈ 10 കോടിയിൽ 5 കോടി ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഓർഫനേജിന് കൊടുക്കണം, ബാക്കി 5 കോടി നിനക്കുള്ളതാണ്. ഇങ്ങനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം അയാൾ മരിച്ചും പോകുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഐശ്വര്യ പറഞ്ഞു തീരുവാണ്. സോ ആ പൈസയായിരുന്നു സാർ ഇപ്പൊ നഷ്ടമായി പോയത്. ശരി, വീടിന്റെ പുറത്ത് ക്യാമറ ഇല്ലേ, ആദ്യത്തെ വിഷ്വൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാന്ന് ഈ സമയത്ത് പോലീസുകാർ പറയുന്നു. അങ്ങനെ ഇപ്പൊ അവർ ചെക്ക് ചെയ്യുകയാണ്. പണം എടുക്കാൻ വന്ന ആൾക്കാര് അവിടെ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ക്യാമറയ്ക്ക് നേരെ ടോർച്ചും തെളിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരാരാണെന്നൊന്നും ക്ലിയർ ആവുന്നില്ല. അടുത്ത സീനിൽ മരിച്ചുപോയ വക്കീലുണ്ടല്ലോ, അയാളുടെ ഡെഡ് ബോഡി ഇപ്പൊ പോലീസുകാർ കണ്ടെത്തുവാണ്. നെറ്റിയിൽ ബുള്ളറ്റ് കൊണ്ടാണ് അയാൾ മരിച്ചിട്ടുള്ളത്. അയാളുടെ ബോഡി കിടക്കുന്നതിനടുത്തായിട്ട് ഒരു 500 രൂപ നോട്ടിന്റെ പകുതി കിടപ്പുണ്ട്. അതുപോലെ അയാളുടെ ഒരു ഫിംഗർ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇതിനെപ്പറ്റിയെല്ലാം SP-യും CA-യും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് CA പറയുകയാണ്, സാർ ഒരു പക്ഷേ ജ്യോതിയുടെ കാമുകനായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഈ ക്രൈം ചെയ്തത് അയാളാണെങ്കിൽ എന്തിനായിരിക്കും വക്കീലിന്റെ ഫിംഗർ മുറിച്ചുകൊണ്ട് പോയത്? ഇങ്ങനെയല്ലേ SP ചോദിക്കുവാണ്. അങ്ങനെ അവർ അതിനെപ്പറ്റി എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത സീനിൽ വീട്ടിലുള്ള ഗൗതമിനെ കാണിക്കുവാണ്. അവന്റെ അനിയന്റെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് ആ ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ നോട്ടിന്റെ പകുതി കിട്ടുവാണ്. ഇത് കേട്ട ഗൗതം ഈ കാര്യം എത്രയും വേഗം SP-നെ അറിയിക്കണമെന്ന് വിചാരിക്കുവാണ്. അങ്ങനെ അടുത്ത സീനിൽ അനിയനെയും കൂട്ടിക്കൊണ്ട് നേരെ SP-ന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇങ്ങനെ അനിയന്റെ ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞുകൊണ്ട് 500 രൂപ നോട്ടിന്റെ പകുതി കാട്ടിക്കൊടുക്കുവാണ്. ഇത് കാണുന്ന SP ആ വക്കീലിന്റെ ബോഡിന്റെ അടുത്ത് നിന്ന് കിട്ടിയ 500 രൂപ നോട്ടുമായിട്ട് ഇത് മാച്ച് ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ SP ഗൗതമിന്റെ അനിയനെ വിളിച്ചോണ്ട് പോയിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അവൻ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുവാണ്. മൂവിയുടെ ഓപ്പണിംഗ് ഭാഗത്ത് വിശ്വനാഥിന്റെ കാറിൽ ലിഫ്റ്റ് വെച്ച് കയറിയ ഒരു പയ്യനെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അയാളായിരുന്നു ഈ ഗൗതമിന്റെ അനിയൻ. അന്ന് വിശ്വനാഥ് ഇവന് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. പകരമായിട്ട് അവന്റെ കൈ കിടക്കുന്ന റിങ്ങും കൊടുക്കുന്നുണ്ടായിരുന്നു. സോ വിശ്വനാഥ് അന്ന് അവന് കൊടുത്ത നോട്ടുകളുടെ കൂട്ടത്തില് ഒരു കീറിയ 500 രൂപ നോട്ട് ഉണ്ടായിരുന്നു. കീറിയതായോണ്ട് ആ നോട്ട് ഇനി പോവില്ല. അതുകൊണ്ട് ആ നോട്ട് മാത്രം അവന്റെ പോക്കറ്റിൽ വെക്കുവാണ്. അന്ന് രാത്രി അവന്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വെള്ളം അടിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ അവരോട് കമ്പനി കൂടിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് കുറച്ച് അപ്പുറത്തുനിന്നായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അവിടേക്ക് അവർ ചെന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത് വിശ്വനാഥ് അവിടെ മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഇപ്പൊ ഗൗതമിന്റെ അനിയന് മനസ്സിലാവുകയാണ്, ഇയാളല്ലേ ഇന്ന് രാവിലെ എനിക്ക് പൈസ തന്നത്, ഇയാൾക്കല്ലേ ഞാൻ എന്റെ മോതിരം കൊടുത്തത്. സോ പോലീസുകാർ ഇയാളുടെ ബോഡി കണ്ടെത്തുമ്പോൾ എന്റെ ആ റിങ് ഇയാളുടെ കൈ കണ്ട ചിലപ്പോൾ സാഹചര്യ തെളിവിന്റെ പുറത്ത് ഞാൻ ചിലപ്പോൾ പ്രതിയായി മാറും. സോ അത് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വനാഥിന്റെ കയ്യിലേക്ക് ആ പയ്യൻ നോക്കുവാണ്. അപ്പൊ ഇന്ന് രാവിലെ ആ പയ്യൻ ആ മോതിരിട്ട് കൊടുത്ത ആ ഫിംഗർ അടക്കം ആരോ മുറിച്ചിട്ട് പോയിരിക്കുവായിരുന്നു. അങ്ങനെ ഇതെല്ലാം കാണുന്ന സമയത്ത് അവൻ ആകെ ടെൻഷൻ ആവുന്നു. അങ്ങനെ പോക്കറ്റിൽ കിടക്കുന്ന കർച്ചീഫ് എടുത്തിട്ട് അവനൊന്ന് മുഖം തുടയ്ക്കുവാണ്. ഈ സമയം കീശയെ കിടക്കുന്ന കീറി 500 രൂപ നോട്ടിന്റെ പകുതി ഭാഗം അവിടെ ചാടി പോവുകയാണ്. അങ്ങനെ ആ പകുതിയാണ് പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി പകുതി അവന്റെ പോക്കറ്റിൽ നിന്ന് ഗൗതമിനും കിട്ടി. ഇത്രയാണ് സാറ് നടന്നത്, അല്ലാതെ എനിക്ക് ഈ കൊലയുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ ഈ സമയത്ത് അവൻ പറയുവാണ്. ഇത് കേൾക്കുന്ന പോലീസുകാർ ഗൗതമിന്റെ കൂടെ അവനെ പറഞ്ഞു വിടുന്നു. അടുത്ത സീനിൽ CI കുറച്ച് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് നേരെ വക്കീലിന്റെ വീട്ടിലേക്ക് എത്തുവാണ്. ഇത്ര നേരത്തെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ആ വക്കീലിനെ മുറിച്ച വിരല് തീർച്ചയായിട്ടും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇവിടെ മുഴുവൻ നരിച്ചു പെറുക്കണം എന്നൊക്കെ ഈ സമയത്ത് CI പറയുവാണ്. അങ്ങനെ പോലീസുകാർ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ആ വീടിന് വെളിയിൽ വെച്ചിരിക്കുന്ന പൂച്ചട്ടിയിൽ നിന്ന് വിശ്വനാഥിന്റെ വിരൽ കണ്ടെത്തുകയും ചെയ്യുവാണ്. ഈ വിരൽ എവിടെ ഉണ്ടാവുന്ന സാറിന് എങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് ഈ സമയത്ത് കൂടുതലുള്ള SI ചോദിക്കുന്നു. എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ വീട്ടിൽ മാറി വെച്ചിട്ട് പോയ വിശ്വനാഥിന്റെ ഫോണിലെ എന്തോ ഒരു ഡോക്യുമെന്റ്സ് ഉണ്ട്, അത് നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും കില്ലർ വിശ്വനാഥിനെ ആ സ്ഥലത്തേക്ക് എത്തിച്ചത്. അങ്ങനെ അയാൾ അവിടെ വെച്ച് കൊന്നതിന് ശേഷം അവിടെ വെച്ച് ആ കില്ലർ അയാളുടെ ഫോണും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കില്ലർ മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് അയാളുടെ ഫോണല്ല ഭാര്യയുടെ ഫോണാണെന്ന്. സോ അപ്പൊ തീർച്ചയായിട്ടും അയാളുടെ ഫോൺ വീട്ടിലുണ്ടാവും. അപ്പൊ വീട്ടിൽ വന്ന ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് വേണമല്ലോ. സോ അതിനുവേണ്ടിയായിരിക്കും അയാളുടെ ഫിംഗർ മുറിച്ചോണ്ട് ഇവിടേക്ക് പോന്നിട്ടുണ്ടാവുക. അതുപോലെ പോലീസുകാരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി വക്കീലിന്റെ ഭാര്യ ജ്യോതിന്റെ ഫോണിൽ നിന്ന് വക്കീൽ മരിച്ചെടുക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അയാളുടെ അച്ഛന് വായിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ഈ സമയത്ത് CI പറയുവാണ്. ഇത് കേട്ട് SI പറയുന്നു, സാറേ അങ്ങനെയാണെങ്കിൽ ആ വക്കീലിന്റെ ഫോണിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് റിക്കവർ ചെയ്താൽ പോരെ. അപ്പൊ ആ കില്ലർ ആരാണ്, എന്തിനു വേണ്ടിയാണ് അയാൾ അങ്ങനെയെല്ലാം ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. താൻ പറഞ്ഞത് ശരിയാണ്, നമുക്ക് എന്തായാലും SP-നോട് ഈ കാര്യം ഒന്ന് പറയാം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് CI അവിടുന്ന് പോകുന്നു നേരെ SP-നെ കണ്ടി കാര്യം പറയുന്നു. SP അതിന് വേണ്ട പെർമിഷനും കൊടുക്കുവാണ്. അടുത്ത സീനിൽ ഋഷി എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ ഭാര്യനെ കാണിക്കുന്നു. അവരിപ്പോ രാവിലെ ഉറങ്ങിക്കിടക്കുന്ന ഋഷിനെ വന്ന് വിളിച്ച് എഴുന്നേപ്പിക്കുവാണ്. അങ്ങനെ പുതപ്പ് മാറ്റുമ്പോഴാണ് മനസ്സിലാവുന്നത് ഋഷി മരിച്ചു കിടക്കുവാണ്. അയാളെ നെറ്റിയിൽ ആരോ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിരിക്കുവാണ്. അങ്ങനെ ഇതുകൊണ്ട് ഷോക്കാവുന്ന അയാളുടെ ഭാര്യ പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിക്കുന്നു. അങ്ങനെ ഇപ്പൊ പോലീസുകാർ അവിടേക്ക് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുവാണ്. സാർ ഇന്നലെ രാത്രി ഒരുപാട് മദ്യപിച്ചാണ് വീട്ടിലേക്ക് വന്നത്. വന്നപ്പോൾ ഋഷിന്റെ ഫോൺ മിസ്സായി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ കയറി കിടക്കുകയും ചെയ്തു. അങ്ങനെ പാതിരാത്രി ആയപ്പോ എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് ഋഷിന്റെ ഫോണിൽ നിന്നായിരുന്നു. ഇങ്ങനെ ഈ ഫോൺ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടി, ഞാനത് കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ആ സമയം ആയതുകൊണ്ട് വേണ്ട നാളെ മതി എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ ഫോൺ വിളിക്കുന്ന വ്യക്തി അത് കുഴപ്പമില്ല, നിങ്ങളുടെ അഡ്രസ് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്രസ് പറഞ്ഞു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അയാൾ വീടിന്റെ പുറത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കോൾ ചെയ്തു. അങ്ങനെ ഞാൻ ആ ഫോൺ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പം ആ ഫോൺ നിലത്തിരിപ്പുണ്ടായിരുന്നു. ആ വ്യക്തി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോൺ എടുത്തുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങുകയും ചെയ്തു. ഇപ്പൊ രാവിലെ ഋഷിനെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവൻ മരിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ. ശരി, നിങ്ങളുടെ ഫോണും ചെക്ക് ചെയ്യട്ടെ. ഇങ്ങനെ SP പറയുന്ന സമയത്ത് ഋഷിന്റെ ഭാര്യ പറയുകയാണ്, സാർ എന്റെ ഫോണിൽ ഓട്ടോ റെക്കോർഡിംഗ് ഉണ്ട്. സോ ഇന്നലെ വിളിച്ച വ്യക്തി സംസാരിച്ച കാര്യങ്ങളെല്ലാം റെക്കോർഡ് ആയിട്ടുണ്ടാവും, ഞാനത് കേൾപ്പിച്ചു തരാം. ഇങ്ങനെയും പറഞ്ഞിട്ട് ആ വോയിസും കേൾപ്പിച്ചു കൊടുക്കുവാണ്. അതുപോലെ ഋഷിന്റെ ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഏതൊരു ഫോൺ നമ്പറിന്റെ 7 അക്കം എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋഷിന്റെ കയ്യിലുണ്ടായിരുന്ന ആ 7 അക്കവുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മൊബൈൽ നമ്പർ എല്ലാം പോലീസുകാർ കളക്ട് ചെയ്യുവാണ്. അങ്ങനെ അത് ഗൗതമിന്റെ ആണെന്ന് മനസ്സിലാവുകയാണ്. ഈ സമയത്ത് പോലീസുകാർ
ആകെ ബ്ലാങ്ക് ആവുന്നു. ഗൗതം ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അന്നവൻ അവന്റെ അനിയന്റെ പോക്കറ്റിൽ നിന്ന് ആ 500 നോട്ടിന്റെ പകുതി കണ്ടപ്പോൾ അതിനെപ്പറ്റി വരെ അന്വേഷിക്കാൻ വേണ്ടി അനിയനൊന്നും പോലും നോക്കാതെ അവനെ കൂട്ടിക്കൊണ്ടു വന്ന ആളല്ലേ. സോ ഉറപ്പായിട്ടും ഗൗതം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഈ സമയത്ത് പോലീസുകാർ ഉറപ്പിക്കുന്നു. എന്നാൽ ഋഷിന്റെ കയ്യിൽ ഇവന്റെ നമ്പർ എങ്ങനെ വന്നു എന്നറിയണല്ലോ. സോ അതിനുവേണ്ടി ഗൗതമിനെ അവിടേക്ക് വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാണ്. അങ്ങനെ പോലീസുകാർ ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് ഗൗതം പറയുവാണ്, സാറേ ഋഷി എന്റെ കസിനാണ്. അവൻ ലാസ്റ്റ് ആയിട്ട് എന്നെ കണ്ടപ്പോൾ അവന്റെ ഫോൺ മിസ്സായി പോയി, നിന്റെ നമ്പർ ഒന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവനെന്തോ അർജന്റ് വന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെയാണ് അവന്റെ കയ്യിൽ ആ നമ്പർ വന്നതെന്ന് ഈ സമയത്ത് ഗൗതം പറയുവാണ്. ശരി, അവൻ ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ഈ ഇടയ്ക്ക് അവനുമായിട്ട് ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയാളെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ ഗൗതം പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയ പോലീസുകാര് അടുത്ത സീനിൽ അയാളെ പൊക്കുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്യുവാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇത് സദാമിന്റെ ആളാണ്. അങ്ങനെ ഇപ്പൊ ഋഷിയുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. അന്ന് ഐശ്വര്യന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് സദാം അവർക്ക് 10 കോടി രൂപ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതവരുടെ വീട്ടിൽ കയറി അടിച്ചു മാറ്റിയത് ഇവന്മാരായിരുന്നു. അങ്ങനെ പണം അടങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് അവന്മാര് പുറത്തു വന്നിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് ഈ സമയം അവിടെ കൂടി ബൈക്കിൽ പോകുന്ന ഋഷി കാണുന്നുണ്ടായിരുന്നു. ബൈക്കിൽ പോകുന്നവൻ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് മാറ്റണം എന്ന് ഈ സമയത്ത് അവന്മാര് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ആ പണം എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് അവർ ഒളിപ്പിച്ചു വെക്കുവാണ്. അത് ഞാൻ അടുത്ത ദിവസം ആ പണം എടുക്കാൻ വേണ്ടി അവിടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ആ പണം അവിടെ കാണുന്നില്ല. അങ്ങനെ അവന്മാർ ഉറപ്പിക്കുവാണ്, അപ്പൊ തീർച്ചയായിട്ടും ഇന്നലെ നമ്മളത് വെച്ചിട്ട് പോയതിനു ശേഷം ആ ബൈക്കിൽ വന്ന വ്യക്തി വന്നിട്ട് അത് എടുത്തിട്ട് പോയിട്ടുണ്ടാവും. നമ്മളെ പണം മാറ്റി വെക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവൻ തന്നെ ആയിരിക്കും എടുത്തത്. എന്തായാലും ഇതിനെപ്പറ്റി അവനോട് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം ആ ഋഷിന്റെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കുവാണ് ഇവര്. ആ പണമായിട്ട് എനിക്കൊരു ബന്ധമില്ലാന്നും പറഞ്ഞിട്ട് ഋഷിയും പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ ഇതൊക്കെയാണെന്ന് സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ അയാൾ അതെല്ലാം പറഞ്ഞു തീരുവാണ്. ആ പണത്തിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങൾ അയാളെ കൊന്നിട്ടൊന്നുമില്ല. ഇതെല്ലാം കേൾക്കുന്ന SP ഇങ്ങനെ ആലോചിക്കുവാണ്, അപ്പൊ ഇവരല്ലെങ്കിൽ പിന്നെ ഋഷിനെ കൊന്നത് ആരായിരിക്കും? ഇതേസമയം ഐശ്വര്യനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ഇപ്പൊ ഗൗതം വരുവാണ്. ഇങ്ങനെ വീട്ടിലേക്ക് എത്തിയ ഗൗതം ഐശ്വര്യക്ക് 5 കോടി രൂപ കൊടുക്കുവാണ്. നിന്റെ അച്ഛൻ അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമില്ലേ, ആ ഓർഫനേജിന് 5 കോടി രൂപ കൊടുക്കണമെന്ന്. അച്ഛന്റെ അവസാന ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണം. നിന്റെ കയ്യിലുള്ള പൈസ മിസ്സായോണ്ട് ഞാൻ എന്റെ പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ 5 കോടി, ഇത് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ആ പണം അടങ്ങിയ ബാഗ് ഇപ്പൊ ഐശ്വര്യൻ എടുത്തു കൊടുക്കുവാണ്. ഈ ബാഗ് കാണുന്ന സമയത്ത് ഐശ്വര്യ ഒന്ന് ഞെട്ടുന്നു. ആക്ച്വലി ഈ ബാഗ് ഏതാ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്കന്ന് സദാം പൈസ കൊടുത്തയച്ച ബാഗ് ആയിരുന്നു, ഇവിടുന്ന് മിസ്സായ ബാഗ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഡൗട്ട് അടിക്കുന്ന ഐശ്വര്യയാണെങ്കിൽ അപ്പൊ നീയാണല്ലോ ഇവിടുന്ന് ആ പൈസ അടിച്ചുകൊണ്ട് പോയെന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ടതും ഗൗതമിന്റെ ബിഹേവിയർ എല്ലാം മാറാൻ തുടങ്ങുവാണ്. അവനിപ്പോ ഐശ്വര്യനെ തല്ലുവാണ്. ഇതേ സമയം തന്നെ ഇത് കണ്ടോണ്ട് അവിടേക്ക് പോലീസുകാർ വരുന്നു. അങ്ങനെ അവന്റെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ അവിടുന്ന് പോലീസുകാർ അവനെ പിടിച്ചോണ്ട് പോകുന്നു. അടുത്ത സീനിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ചോദ്യം ചെയ്യുവാണ്. അന്ന് രാത്രി ഋഷിന്റെ ഭാര്യന്റെ ഫോണിലേക്ക് ഋഷിന്റെ ഫോൺ കിട്ടി, അത് കൊണ്ടു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കോൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആ കോൾ റെക്കോർഡ് ചെയ്തത് അയാളുടെ ഭാര്യയെ പോലീസുകാർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് അത് മറ്റാരുമല്ല ഈ ഗൗതമാണെന്ന്. അങ്ങനെ ഇപ്പൊ ഋഷിനെ നീ എന്തിനാ കൊന്നേന്നൊക്കെ ഗൗതമിനോട് പോലീസുകാർ ചോദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ ഗൗതം ആ കാര്യങ്ങൾ പറയാൻ തുടങ്ങുവാണ്. അന്ന് സദാമിന്റെ ആൾക്കാര് ഐശ്വര്യന്റെ വീട്ടിൽ നിന്ന് ആ പൈസ എടുത്തോണ്ട് പോകുന്നത് ബൈക്കിൽ പോകുന്ന ഋഷി കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ആ സമയത്ത് കണ്ട ഋഷി ആണെങ്കിൽ വലിയ റെസ്പോണ്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ സമയം സദാമിന്റെ ആൾക്കാര് അയാളെ നമ്മൾ പൈസ എടുത്തോണ്ട് വന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് വേറെ സ്ഥലത്ത് വെക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ വേറെ സ്ഥലത്ത് കൊണ്ടേ വെക്കുവാണ്. ഇതേ സമയം ഋഷി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ബൈക്ക് കുറച്ച് അപ്പുറത്തായിട്ട് മാറ്റിക്കൊണ്ടേ നിർത്തിയിട്ട് അമ്മാരെ ഫോളോ ചെയ്ത് അമ്മാരെ ആ പണം മാറ്റി ഒളിപ്പിച്ച് വെക്കുന്നതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യുവാണ്. അങ്ങനെ അമ്മാരെ ആ പണം വെച്ചിട്ട് അവിടെ നിന്ന് പോയതിനു ശേഷം ഋഷി ആ പണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം സദാമിന്റെ ആൾക്കാർ വന്ന് ആ പണം നോക്കുമ്പോൾ അവിടെ ഇല്ലല്ലോ. അപ്പൊ അവർക്ക് അവനെ ഡൗട്ട് അടിച്ചിട്ട് ആ പണം എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. താൻ ആ പണം എടുത്തെന്നുള്ള കാര്യം അവന്മാർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഋഷിക്ക് ചെറിയ പേടിയാവുകയാണ്. ആ പണം തിരികെ കൊടുക്കാന്നൊക്കെ അവൻ വിചാരിക്കുന്നു. സോ അതിനു മുമ്പ് ഈ കാര്യം തന്റെ കസിനായ ഗൗതമിനോട് അവനൊന്ന് ഷെയർ ചെയ്യുവാണ്. ഇത് കേൾക്കുന്ന ഗൗതം വേറെ ഒരു പ്ലാൻ ഇടുന്നു. ഋഷി പോലും അറിയാതെ ആ പണം അവന്റെ കയ്യിൽ നിന്ന് മുക്കണം. സോ അതിനുവേണ്ടി അന്ന് രാത്രി ഒരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഗൗതം അവനെ ഒരുപാട് കുടിപ്പിക്കുവാണ്. ഇതേ സമയം തന്നെ ഋഷി അറിയാതെ നൈസായിട്ട് അവന്റെ ഫോണും ഗൗതം അടിച്ചു മാറ്റുന്നു. എന്നിട്ട് അവനോട് പറയാണ്, നീ പേടിക്കണ്ട, ആ പണം ഞാൻ അവർക്ക് തിരികെ കൊടുത്തോളാം, നീ അത് എവിടെയുള്ളതെന്ന് എന്നോട് പറഞ്ഞാൽ മാത്രം മതി. നല്ലോണം വെള്ളമടിച്ചിരിക്കായതുകൊണ്ട് തന്നെ ആ പണം ഇന്ന സ്ഥലത്തുണ്ട്, നീ കൊടുത്താൽ മതി എന്ന് ഈ സമയത്ത് ഋഷി പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് ഋഷിനെ അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാണ്. അതിന് ഋഷി ആ ബാഗ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ഗൗതം ആ ബാഗ് എടുക്കുവാണ്. അതിന് ഋഷിന്റെ ഭാര്യന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. ഇന്ന സ്ഥലത്ത് നിന്ന് ഋഷിന്റെ ഫോൺ കിടന്നു കിട്ടി, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുകയും ചെയ്യുന്നു. അങ്ങനെ വീടിന്റെ മുമ്പിലേക്ക് എത്തിയിട്ട് ഞാൻ പുറത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യനെ വിളിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ഋഷിന്റെ ഭാര്യ ആ ഫോൺ വാങ്ങാൻ വേണ്ടി വരുന്ന അതേ സമയം തന്നെ ആ ഫോൺ നിലത്ത് വെച്ചിട്ട് ഗൗതം ഋഷിന്റെ ഭാര്യ കാണാതെ അവരുടെ വീട്ടിലേക്ക് കയറുവാണ്. എന്നിട്ട് സൈലൻസർ വെച്ച ഗൺ ഉപയോഗിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഋഷിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ബോധം വരുന്ന സമയത്ത് ഋഷി ആ പണം എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമല്ലോ. ഋഷിനെ അങ്ങ് ഇല്ലാതാക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല. അതുപോലെ സദാമിന്റെ ആൾക്കാർ പിന്നെ ആ പണമൊന്നും പറഞ്ഞു വരുവില്ല. അങ്ങനെ ഋഷിന്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആക്കി ഗൗതം ആ പണവും സ്വന്തമാക്കുന്നു. സൈലൻസർ ഗണ്ണ് വെച്ച് അവനെ കൊന്നുകൊണ്ട് തന്നെ ഫോൺ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന ഋഷിന്റെ ഭാര്യ അത് അറിയുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഋഷിനെ വിളിച്ചെഴുന്നേപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് അവനെ ആരോ കൊന്നുള്ള കാര്യം അവൾ അറിയുന്നത് തന്നെ. പക്ഷെ ഗൗതം പ്ലാൻ ചെയ്യാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. ഋഷിനെ കൊന്ന് അവിടുന്ന് തിരികെ വരുന്ന സമയത്ത് വക്കീൽ വിശ്വനാഥിന്റെ മുമ്പിലും പെട്ടു പോവുകയാണ്. ഋഷിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു ആ വക്കീല്. എന്നാൽ ഒളിച്ചും പാത്ത് ഋഷിന്റെ വീട്ടിലേക്ക് ഇവനിങ്ങനെ കയറി പോകുന്നത് ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൗതമിന്റെ പുറകെ പോയിട്ട് അവൻ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അയാളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുവാണ്. അവനെ കൊന്നു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗൗതമിന്റെ നേരെ ഇപ്പൊ വിശ്വനാഥ് നീ എന്തിനാ അവനെ കൊന്നേന്ന് ചോദിച്ചുകൊണ്ട് തോക്കും ചൂണ്ടുന്നു. ഞങ്ങൾ തമ്മിൽ കുറച്ച് പൈസന്റെ ഡീലിംഗ്സ് ഉണ്ടായിരുന്നു, അതിൽ അവൻ എന്നെ ചീറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. നിങ്ങളെ കാര്യം പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഷെയർ ഞാൻ തരാം. ഇങ്ങനെയും പറഞ്ഞിട്ട് വക്കീലിനെ ചാക്കിലാക്കുവാണ് ഗൗതം. അങ്ങനെ അന്ന് അവിടുത്തെ രക്ഷപ്പെടുന്ന ഗൗതം ആ വിശ്വനാഥിനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ അടുത്ത ദിവസം വിശ്വനാഥിനെ ആ പൈസന്റെ ഷെയറിനെ പറ്റി സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു.
എത്തുന്നു. അവിടേക്ക് വരുന്ന വക്കീലിനെ കൊന്നിട്ട് അയാളുടെ ഫോണിലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. അതായിരുന്നു ഗൗതമിന്റെ പ്ലാൻ. അങ്ങനെ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവൻ അങ്ങനെ സെറ്റായി നിൽക്കുവാണ്. ഇതേസമയം അവിടേക്ക് എത്തിയ വക്കീല് ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടൊന്ന് അപ്പുറത്തേക്ക് മാറുവാണ്. അയാൾ തിരികെ വന്ന് ഉടനെ തീർക്കാന്നുള്ള രീതിയിൽ ഈ സമയത്ത് ഗൗതം തോക്കെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് തൊട്ടപ്പുറത്ത് നിന്ന് ഷൂട്ടിംഗ് സൗണ്ട് കേൾക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് ഗൗതം അവിടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒന്ന് അപ്പുറത്തേക്ക് മാറി ആ വക്കീല് മരിച്ചു കിടക്കുന്നു. അയാളെ ആരോ ഷൂട്ട് ചെയ്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഇതാരായിരിക്കും അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം തന്നെ ഈ സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് അവന്റെ അനിയൻ ഓടി വരുവാണ്. കാരണം അവനും അവന്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും കൂടി ആ സമയത്ത് അവിടെ മദ്യപിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവനും ആ ബോഡി കണ്ടിട്ട് ടെൻഷനായി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതിനുശേഷം വക്കീലിന്റെ ബോഡിന്റെ അടുത്തേക്ക് ഗൗതം എത്തുവാണ്. ഗൗതം ഇയാളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഇപ്പൊ വേറെ ആരോ കൊന്നു. എന്തായാലും വന്ന കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ സമയം വക്കീലിന്റെ ഫോൺ ഗൗതം എടുക്കുവാണ്. അപ്പാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അയാളുടെ ഫോണിന് പകരം അയാളുടെ ഭാര്യ ജ്യോതിന്റെ ഫോണാണ് എടുത്തോണ്ട് വന്നത് എന്ന്. സോ ഇപ്പൊ ഇയാൾ എന്തായാലും മരിച്ചു പോയതുകൊണ്ട് ഇയാളുടെ ഫോണിൽ നിന്ന് ആ ഫയൽസ് ഒക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലെങ്ങാനും കിട്ടുവാണെങ്കിൽ എനിക്കത് പണിയാവും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഗൗതം എന്താ ചെയ്യുന്നതെന്ന് നോക്കിയെങ്കിൽ ആ വക്കീലിന്റെ ഫിംഗർ മുറിക്കുവാണ്. എന്നിട്ട് നേരെ വക്കീലിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഫിംഗർ വെച്ച് അയാളുടെ ഫോൺ ഓപ്പൺ ചെയ്ത് അതിലെ ആ ഫയൽസ് എല്ലാം ഡിലീറ്റ് ആക്കുന്നു. അതുപോലെ പോലീസുകാരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ആ ജ്യോതിന്റെ ഫോണിൽ നിന്ന് മരിച്ചു കിടക്കുന്ന ആ വക്കീലിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയാളുടെ അച്ഛന്റെ ഫോണിലേക്ക് അയച്ചു വിടുവാണ്. അങ്ങനെ ഇത്രയും നടന്നതെന്നും പറഞ്ഞുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. ഇതിൽ അറിയുന്ന സമയത്ത് ഐശ്വര്യ ഇനി അവനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുകയാണ്. ഇവനും കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇവനെ ജയിലാക്കുവാണ് പോലീസുകാർ. എന്നാലും ആ വക്കീലിനെ കൊന്നത് ആരാണെന്നുള്ള കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അത് കണ്ടെത്താനുള്ള വേറെ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഇപ്പൊ വക്കീലിനെ കൊന്നത് ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം മൂവിയുടെ അവസാന ഭാഗത്ത് നമുക്ക് വേണ്ടി റിവീൽ ചെയ്യുന്നു. ആ വക്കീലെന്ന് ജോലിയുടെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ദിവസം ഉണ്ടല്ലോ, അത് അയാളുടെ ഭാര്യ ജ്യോതി കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് അയാൾ തിരികെ വരുന്നു. എന്തൊക്കെ ജോലി തിരക്കുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരികെ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പോയ അയാൾ പെട്ടെന്ന് തിരികെ വരുന്ന സമയത്ത് അയാളുടെ ഭാര്യ ജ്യോതി ആകെ ഷോക്കാവുന്നു. ഈ സമയം അയാൾ പറയാണ്, ഞാൻ നിന്റെ ഭർത്താവ് വിശ്വനാഥല്ല, അയാളെപ്പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരാളാണ്. ഇത് കേൾക്കുന്ന ജ്യോതി ആകെ ബ്ലാങ്ക് ആവുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ പറയാൻ തുടങ്ങുവാണ് കാര്യങ്ങൾ. മൂവിയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ, കുട്ടികളൊന്നും ഉണ്ടാവാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിനെ പറ്റി. ഡോക്ടേഴ്സ് വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദമ്പതികൾ ഒഴികെ ബാക്കി എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവുന്നതായിട്ടും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതികൾ അവിടുത്തെ ഡോക്ടറെ വന്ന് വീണ്ടും കൺസൾട്ട് ചെയ്യുവാണ്. ഈ സമയത്ത് ഡോക്ടർ ആ സ്ത്രീനോട് പറയുവാണ്, ഇത്രയും മരുന്ന് കഴിച്ചിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, മെയിൽ സ്പേംസ് എടുത്തിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. ഇത് കേൾക്കുന്ന അവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം തന്നെ ആ സ്ത്രീന്റെ ഭർത്താവായ രാജപ്പനെ എന്തോ ഒരു കേസിൽ പോലീസുകാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ കുറെ നാളെ അയാൾ ജയിലിൽ കിടക്കുന്നു. ഈ സമയം തനിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടെ ഭാര്യയ്ക്ക് തനിക്കൊരു കൂട്ടു വേണം, അല്ലെങ്കിൽ തനിക്കൊരു കുട്ടീനെ വേണമെന്ന ആഗ്രഹം വരുവാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ ചെയ്യാമെന്ന് അവർ തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഡോക്ടർ ആ ചികിത്സയും തുടങ്ങുവാണ്. അങ്ങനെ അതിനുവേണ്ട സ്പേംസ് എല്ലാം ഡൊണേറ്റ് ചെയ്യുന്നത് അയാൾ തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ട്രീറ്റ്മെന്റിലൂടെ രാജപ്പന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുകയാണ്. ഇതേ സമയം തന്നെ ഡോക്ടറിന്റെ ഭാര്യയും പ്രഗ്നന്റ് ആവുന്നു. അങ്ങനെ ഏകദേശം ഒരേ ടൈമിന് അവർക്ക് രണ്ടുപേർക്കും ഓരോ കുട്ടികൾ ഉണ്ടാവുകയാണ്, ആൺകുട്ടികൾ. രണ്ട് കുട്ടികളെയും കാണാൻ ഒരേപോലെ തന്നെ ഇരിക്കുന്നു. കാരണം സ്പേംസ് എല്ലാം ഒരാളുടെ തന്നെയല്ലേ. അങ്ങനെ ഈ രണ്ട് കുട്ടികളെയും കാണാൻ ഒരേപോലെ തന്നെ ആയതുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ പറയുവാണ്, രാജപ്പന്റെ ഭാര്യ ഡോക്ടറുമായിട്ട് ഇല്ലീഗൽ അഫയർ വെച്ചിട്ടാണ് അവർക്ക് ആ കുട്ടി ഉണ്ടായതെന്ന്. ഈ കാര്യം ജയിലിൽ കിടക്കുന്ന രാജപ്പന് പറയുന്നു. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് അയാൾ ദേഷ്യം കൊണ്ട് ഭാര്യന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ്. അങ്ങനെ ആ പ്രശ്നത്തിനൊടുവിൽ അയാൾ ഭാര്യനെ കൊല്ലുകയും ചെയ്യുന്നു. ഈ സമയം ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന അവരുടെ മകനാണെങ്കിൽ അമ്മേനെ ഇയാൾ കൊന്നിരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്ന് രാജപ്പനെ കൊന്നു കളയുന്നു. അത് ഞാൻ അവിടുന്ന് നേരെ ആ ഡോക്ടറുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അയാളുടെ ഭാര്യനെ കൊല്ലുന്നു. അത് ഞാൻ അവരുടെ മകനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ചെക്കൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ്. ഇതേ സമയം അവിടേക്ക് പോലീസുകാർ വരുമ്പോൾ ആ രാജപ്പന്റെ മകൻ വന്നിട്ട് എന്റെ അച്ഛനും അമ്മേനെയും കൊന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ആ പയ്യൻ പറയുവാണ്. ഇത് കേൾക്കുന്ന പോലീസുകാരെ നിരപരാധിയായ ആ പയ്യനെ പിടിക്കുന്നു. അവനാണ് കുറ്റം ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ട് അവനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുവാണ്. അവൻ പറയുന്നൊന്നും കേൾക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആ വക്കീലിന്റെ ഭാര്യനോട് ഈ വ്യക്തി പറയുവാണ്. സോ അവനൊന്ന് ചെയ്ത ആ കുറ്റത്തിന്റെ ശിക്ഷയെല്ലാം ഇത്ര നാളും ജയിലിൽ കിടന്ന് അനുഭവിച്ചത് ഞാനാണ്. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഞാൻ. സോ ഞാനിപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത് അതിന് അവനോട് പ്രതികാരം വിട്ടാൻ വേണ്ടിയാണ്. ഞാൻ എന്തായാലും അവനെ കൊല്ലും. നിങ്ങൾ ഈ കാര്യം മറ്റാരെ അറിയിക്കരുത്. അവൻ ഇല്ലാതായ അതിന്റെ ഗുണം നിങ്ങൾക്കും കൂടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകന്റെ കൂടെ ജീവിക്കാം. ഇങ്ങനെല്ലാം പറഞ്ഞ് അയാൾ വക്കീലിന്റെ ഭാര്യയുമായിട്ട് ടേംസിലാവുന്നു. അങ്ങനെ അന്ന് രാത്രി ഗൗതമിനെ കാണാൻ വേണ്ടി വിശ്വനാഥ് വന്ന സമയത്ത് അയാളെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറുന്നുണ്ടല്ലോ. ആ സമയം കറക്റ്റ് ആയിട്ട് ഈ വ്യക്തി അവിടേക്ക് വന്നിട്ട് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാണ്. അങ്ങനെ ഇപ്പൊ നമുക്ക് മനസ്സിലായി വിശ്വനാഥ് എന്ന് പറയുന്ന വക്കീലിനെ കൊന്നത് കണ്ടാൽ അയാളെ പോലെ തന്നെ ഇരിക്കുന്ന ഈ വ്യക്തിയാണെന്ന്. അതുപോലെ ആ വക്കീലിനെ കൊന്നിട്ട് ഗൗതം ജ്യോതിന്റെ ഫോണിൽ നിന്ന് അയാളുടെ ഒരു ഫോട്ടോ ആ വക്കീലിന്റെ അച്ഛന്റെ ഫോണിലേക്ക് അയക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ശരിക്കും ആ വക്കീലിന്റെ അച്ഛൻ രാജപ്പനാണല്ലോ. അയാളെ അന്ന് തന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോ കിട്ടിയ പ്രായമായ വ്യക്തി ആരാണെന്ന് നമുക്കൊരു ഡൗട്ട് വരും. ആ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ സെറ്റാക്കിയത് ജ്യോതിയും പിന്നെ ഈ വ്യക്തിയും കൂടിയായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് സംഭവിച്ചെന്നുള്ള രീതിയിൽ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഇതുവരെ പോലീസുകാർക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതേപോലെ പക്ക പ്ലാനിംഗ് ആയിട്ടാണ് അയാൾ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് വിശ്വനാഥിനെ ഇല്ലാതാക്കിയത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.